സർ, നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവാളിയല്ല എന്ന് കോടതി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് എന്തെല്ലാം ന്യായീകരണങ്ങളാണ് കോടതി പറയുന്നത്? ഈ കേസിൻ്റെ തുടക്കം മുതൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികൾ, ആ പ്രതികളിൽ നിന്ന് ഏതെങ്കിലും ഒരു തെളിവ് ഈ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് ഗോപാലകൃഷ്ണൻ. എട്ടാം പ്രതിയിലേക്ക് എത്തുന്ന തരത്തിൽ പ്രോസിക്യൂഷൻ ആദ്യമേ മുതൽ ഒരു കേസില്ല. പിന്നീട് ഇതിൽ A1 നിന്ന് ജയിലിൽ വെച്ചൊരു കത്ത് പിടിച്ചെടുക്കുന്നു എന്നുള്ളതിനെ തുടർന്നാണ് ഇതിൽ എട്ടാം പ്രതിയിലേക്ക് എത്തുന്നതും അന്വേഷണം ആ വഴിയിലേക്ക് നീങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട കോടതി ഇതിൻ്റെ ഓരോ വശവും പരിശോധിച്ച് പോകുമ്പോൾ കോടതി ഇതിൻ്റെ 1147 പേജിൽ കൃത്യമായി ഈ ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിലുള്ള പല വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കോർത്തിണക്കലുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വാസ്തവമുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ യഥാർത്ഥത്തിൽ അങ്ങനെ തെളിവുകളായി സ്വീകരിച്ച് ഒരു പ്രതിക്കെതിരെ ശിക്ഷ വിധിക്കാവുന്ന തരത്തിലേക്ക് പോകാൻ കഴിയുന്നതാണോ, ഇതൊക്കെ കോടതി പരിശോധിച്ച് പോകുന്നുണ്ട്. അത് സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇതെല്ലാം പരിശോധിച്ച് പോകുന്നുണ്ട്. കോടതി ഇതിനെല്ലാം റൂൾ ഔട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് ആ തെളിവുകളെല്ലാം നിരാകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തെളിവുകൾ പലതും, ഉദാഹരണത്തിന് ഹാഷ് വാല്യൂവിനെ കുറിച്ച് പറയുന്നു, പല സ്ഥലങ്ങളിൽ വെച്ച് ഇവർ പരസ്പരം കണ്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ ടവർ ലൊക്കേഷനുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. ഈ തരത്തിൽ പ്രതികളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് എട്ടാം പ്രതിയുമായി ലിങ്ക് ചെയ്യുന്ന പല വിഷയങ്ങളും സാധാരണ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ദിലീപുമായി, അതായത് എട്ടാം പ്രതി എന്ന് ഞാൻ പറഞ്ഞത് ദിലീപാണ്, ഞാൻ പേരെടുത്ത് പറയാതിരുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ലിങ്ക് അത് പൂർണ്ണമായും പ്രോസിക്യൂഷൻ ആ ലിങ്കുകൾ കണക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഗൂഢാലോചന കേസാണ് പ്രധാനമായും ഇതിൽ. ഒന്ന് ഗൂഢാലോചനയും, പിന്നെ ഗൂഢാലോചനയെ തുടർന്ന് ഈ കേസിലേക്ക് എങ്ങനെയാണ് എട്ടാം പ്രതി വരുന്നത്, ഒന്നാം പ്രതിയുമായിട്ടുള്ള ഗൂഢാലോചനയിലേക്ക് എങ്ങനെയാണ് എട്ടാം പ്രതി വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ എട്ടാം പ്രതി എന്ന് പറയുന്ന ദിലീപിന് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൽ എല്ലാ തെളിവുകളും കൊറോബറേറ്റ് ചെയ്യപ്പെടണം. എന്ന് പറഞ്ഞാൽ കൂട്ടിയിണക്കി ഒരു തെളിവ് മറ്റൊന്നിനോട് കൃത്യമായി യോജിക്കുന്ന തരത്തിലേക്ക് വരണം. ഇവിടെ സംഭവിച്ചത് പ്രോസിക്യൂഷൻ ഇത് സാക്ഷികൾ വഴിയാണെങ്കിലും രേഖകൾ വഴിയാണെങ്കിലും മറ്റ് കോടതിക്ക് മുന്നിൽ വന്നിട്ടുള്ള തെളിവുകൾ വഴിയാണെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അതെല്ലാം ലിങ്ക് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായും ഒരു വാദമായി എടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ചില സാക്ഷികളെ സംബന്ധിച്ച്, ചില രേഖകളെ സംബന്ധിച്ച്, അത് കോർത്തിണക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന രീതിയെ സംബന്ധിച്ച് ഇതിൽ വ്യക്തതക്കുറവുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സാധാരണ നിലയ്ക്ക് ഒരു പ്രതിയെ ശിക്ഷിക്കുന്ന സമയത്ത് ബിയോണ്ട് ഓൾ ഡൗട്ട്സ് എന്നാണ് പറയുന്നത്. എല്ലാ സംശയങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു പരിഗണന തെളിവിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് വരണം. ഈ കാര്യത്തിൽ അങ്ങനെ ഒരുമിച്ച് തെളിവുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ സാക്ഷികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ സാക്ഷികൾ പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പല ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതല്ലെങ്കിൽ പ്രതിയെ ശിക്ഷിക്കാനുള്ള മൊഴികൾ പറഞ്ഞിട്ടും ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ചർച്ചകൾ നടക്കുന്നു. ഇതൊക്കെ വ്യക്തികളെ സംബന്ധിച്ചും പൊതുസമൂഹത്തിലുമൊക്കെ ഏത് ചർച്ചയും നടത്താം. പക്ഷെ കോടതിയെ സംബന്ധിച്ച് അതിൽ ഒരു പ്രതിയിലേക്ക്, അതിങ്ങനെ ഈ കേസിൽ എട്ടാം പ്രതി എന്ന് മാത്രമല്ല, ഏത് കേസിലെയും ഗൂഢാലോചനയിൽ വരുന്ന ഒരു പ്രതിയെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഢാലോചന പ്രൂവ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അതിനകത്തേക്ക് എത്തണം. അതത്ര സുഖകരമായി നടക്കുന്ന ഒരു പ്രോസസ്സല്ല. പ്രോസിക്യൂഷൻ അത് പ്രൂവ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിന് കോടതി കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇതിലെ ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായും അതിനെ യോജിക്കുന്നില്ല. 2, സാക്ഷിമൊഴികൾ പലതും ഒന്നുകിൽ അവർ ഈ കേസിലേക്ക് പ്രത്യേകമായി, എന്ന് പറഞ്ഞാൽ ഞാനൊരു പൊതുവിൽ പറഞ്ഞു പോകുന്നത്, ഈ കേസിലേക്ക് അവർ എടുത്തിട്ടുള്ള നിലപാട് അത് പലതും ആ സാക്ഷിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് കോടതി എത്തുക എന്ന് പറഞ്ഞാൽ കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ള തെളിവുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് കോടതിക്ക് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് ഒരു സാക്ഷിയെ കണ്ടു അല്ലെങ്കിൽ ഒരു പ്രതിയെ കണ്ടു എന്ന് പറയുന്നിടത്ത് അതിലേറ്റവും പ്രധാനമായി വരുന്നത് ഈ കത്ത് കൈമാറി എന്ന് പറയുന്നതോ കത്തയച്ചു എന്ന് പറയുന്നതൊക്കെ ആയിട്ടുള്ള സാക്ഷികളാണ്. അവരെ സംബന്ധിച്ച് പറയുന്നത് അവർ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്സിലേക്ക് മാറുന്നു. അതായത് ഒന്നാം പ്രതിയുമായി ഈ കത്ത് കൈമാറിയെന്നോ കത്ത് കൊടുത്തു എന്നോ ഒക്കെ പറയുന്ന സാക്ഷിയെ സംബന്ധിച്ച് ആ ആൾക്ക് നേരത്തെ മുൻപരിചയമുണ്ട്.
അപ്പോൾ അവർ തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷനെ സംബന്ധിച്ച് അതിൽ എന്താണ് ധാരണയുണ്ടായിട്ടുള്ളത്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ വിശ്വസനീയമായ തെളിവുകൾ വേണം, ഊഹാപോഹങ്ങൾ പോരാ. ഊഹങ്ങൾ വെച്ചുകൊണ്ട് ഒരു കേസ് തെളിയിക്കാൻ കഴിയില്ല. ഊഹങ്ങളും ധാരണകളും തെളിവിൻ്റെ ഭാഗമായി വന്നാൽ മാത്രമേ, അത് തെളിവായി വന്നാൽ മാത്രമേ ശിക്ഷിക്കുന്ന ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ. കേസ് നടത്താൻ ഊഹം മതി, കേസ് നടത്താൻ പ്രതി ചേർക്കാനൊക്കെ ഊഹം മതി, അതല്ലെങ്കിൽ ധാരണയുണ്ടായാൽ മതി, അതിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ലിങ്ക് ഉണ്ടായാൽ മതി. ഇവിടെ ആ ലിങ്കുകൾ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല പ്രോസിക്യൂഷന് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതിൽ ഒരു മുൻവിധിയോടുകൂടി സാക്ഷികളെയോ തെളിവുകളെയോ രേഖകളെയോ പ്രോസിക്യൂഷൻ, കോടതിയല്ല പ്രോസിക്യൂഷൻ, അത് മുൻവിധിയോടുകൂടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ സംബന്ധിച്ച് സ്വാഭാവികമായും ഒരു കത്തെഴുതണമെങ്കിലോ ഒരു വിവരം പറയണമെങ്കിലോ ഒക്കെ അത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് വേണമെങ്കിൽ പറയാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് കോടതിയുടെ മുൻപിലേക്ക് എത്തിക്കാം. 164 എന്ന് പറയുന്ന നടപടിയിലേക്ക് പോയി അത് എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ അതിലേക്കൊന്നും അല്ല കടന്നിട്ടുള്ളത്. ഒരു കത്ത് എഴുതിയിരിക്കുന്നു, ബാക്കി തുക ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ തരത്തിൽ പൊതുസമൂഹം നോക്കുമ്പോൾ, അതായത് ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ഇങ്ങനെ ആയിക്കൂടെ, ഈ തരത്തിൽ ചിന്തിച്ചുകൂടെ, ഇതെന്തുകൊണ്ട് പരിഗണിച്ചില്ല, ഇതൊക്കെ ആലോചിക്കാം. പക്ഷെ കോടതിക്ക് ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ഒരു നിലപാടുമായി മെറിറ്റിലേക്ക് കടക്കാൻ വേണ്ടി, അതിൻ്റെ തെളിവുകളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയില്ല. അത് കൃത്യമായി കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ ലിങ്ക് ചെയ്യപ്പെട്ടതായി കോടതി കണ്ടെത്തിയില്ല. അത് ഈ 6 പ്രതികൾക്കും ഉള്ള ബന്ധത്തെ ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. 6 പ്രതികൾക്കല്ല, 1-ാം പ്രതിയുമായിട്ടാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം വരുന്നത്. മറ്റ് പ്രതികൾ അതിൻ്റെ ഭാഗമായി വരുന്നില്ല. മറ്റ് പ്രതികൾ ആ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി വരുന്ന ആളുകളാണ്. 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിലാണ് പ്രധാനമായും ഈ കേസിലെ ഗൂഢാലോചനയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ ബന്ധം എന്ന് പറയുന്നത് 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിലാണ്. അതിൽ പൾസർ സുനിക്ക് ദിലീപുമായുള്ള ബന്ധം, അല്ലെങ്കിൽ ദിലീപിന് പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം ലിങ്ക് ചെയ്തെടുക്കാനായിട്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. 2 പ്രോസിക്യൂഷൻ പറയുന്ന കണ്ടുമുട്ടി എന്ന് പറയുന്ന സ്ഥലം, അതിലെ തീയതി, അതിലെ മാസം, അതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് ഉദാഹരണത്തിന് 2025 ഡിസംബർ മാസം 14-ാം തീയതി ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസമോ അതിൻ്റെ തീയതിയോ അതിൻ്റെ സമയമോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ തെളിവുകൾ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറും. ഉദാഹരണത്തിന് ഇന്ന് രാവിലെ കണ്ടു എന്ന് പറയുന്ന ഒരാൾ വൈകുന്നേരമാണ് കണ്ടതെങ്കിലോ, ആ സ്ഥലത്ത് വൈകുന്നേരമോ ആ ദിവസമോ ആ സ്ഥലത്തില്ലെങ്കിലോ ആ വിഷയം മാറി. അപ്പോൾ പ്രോസിക്യൂഷൻ തീയതി പറയുക, സമയം പറയുക, അതിനൊക്കെ കോർത്തിണക്കാനുള്ള സാഹചര്യം പറയുക എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യതയുണ്ടെങ്കിൽ മാത്രമേ, അത് തെളിവുകളുടെ അഭാവത്തോടു കൂടി അത് പരിഗണിക്കാൻ കഴിയില്ല. അവിടെ കോടതി കണ്ടെത്തുന്നത് പറഞ്ഞ മാസമോ പറഞ്ഞ തീയതിയോ ഒക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഏതൊരു, പ്രത്യേകിച്ച് ഗൂഢാലോചന, നമ്മൾ കോടതി ഒരു വിഷയത്തിൽ അത് പരിഗണിച്ചില്ല എന്ന് പൊതുവായി പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ച്, വിചാരണ കോടതിയെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി മാത്രമേ സ്പെസിഫിക്കായി തീയതി, സമയം, സ്ഥലം, വ്യക്തികൾ, അതിലെ ബന്ധങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർത്തിണക്കപ്പെടുന്ന മറ്റ് സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് വരണം. ഇത് വ്യത്യസ്തമായി നിന്നാൽ കോടതിക്ക് ശിക്ഷയിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. ഇവിടെ കോടതി പറയുന്നത് അങ്ങനെ ഒരുമിച്ച് സാഹചര്യം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ തെളിവുകൾ ഒരുമിച്ച് വരാൻ ചിലപ്പോൾ സാഹചര്യമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ശിക്ഷിക്കപ്പെടണമെങ്കിൽ, കുറ്റവാളിയായി പ്രഖ്യാപിച്ച് ശിക്ഷിക്കണമെങ്കിൽ അതങ്ങനെ വന്നാൽ മാത്രമേ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കാനുള്ള സാഹചര്യമാകും. ഈ സർക്കാരാണല്ലോ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ നടപടികൾ ക്രമങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ തെളിവ് ഹാജരാക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ടാകുമല്ലോ. കാരണം ഇത് അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരിക്കുമല്ലോ എല്ലാ തെളിവുകളും കളക്ട് ചെയ്യുകയും അത് കോടതിക്ക് മുമ്പിലേക്ക് ഹാജരാക്കുകയും ചെയ്യുന്നത്. അവിടെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ചിലരെങ്കിലും അതായത് ഒരു പക്ഷാപാതം കോടതി കാണിച്ചു എന്നൊക്കെ ഉള്ള ആരോപണങ്ങളിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു കാരണം, പൊതുസമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താമാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഉദാഹരണത്തിന് ഇതിൻ്റെ FIR-ഓ ഇതിൻ്റെ കുറ്റപത്രമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാക്ഷിമൊഴികളോ ഇതിൻ്റെ രേഖകളോ
തെളിവുകളുമായുടെ ഭാഗമായി വന്നിട്ടുള്ള കാര്യങ്ങളോ ഇതൊന്നും ഈ ചർച്ച ചെയ്യുന്ന പൊതുസമൂഹത്തിലെ ആളുകൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളോ പരിശോധിക്കുന്ന കാര്യങ്ങളോ അല്ല. പ്രത്യേകിച്ച് 1700-700-ലധികം പേജുകളുള്ളൊരു വിധിന്യായം വരുമ്പോൾ അതിൽ പരിശോധിക്കപ്പെട്ടിട്ടുള്ള രേഖകൾ, സാക്ഷികൾ, അതിൽ കണക്കാക്കിയിട്ടുള്ള മറ്റ് വിവരങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കോടതിയുടെ മുൻപിലേക്ക് വരുന്ന വിഷയം അതല്ലെങ്കിൽ അതിൻ്റെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പ്രോസിക്യൂഷൻ നിരന്തരമായി എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നോ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ചെയ്തു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിക്കോ വാദിക്കോ അനുകൂലമായി ചെയ്തു എന്നോ എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ എത്രയോ കേസുകളിൽ എത്രയോ പ്രതികൾ സമൂഹം പ്രതികളാണ് എന്ന് പറയുന്ന ആൾക്കാർ പ്രതികളായിട്ടുള്ളവരെയൊക്കെ വിട്ടുപോകുന്ന സാഹചര്യം, ശിക്ഷ കുറച്ച് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം കോടതിയുടെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന വരുമ്പോൾ അതിൽ ഈ പ്രതിയെ, അത് 8ാം പ്രതിയാണെങ്കിലും 1ാം പ്രതിയാണെങ്കിലും മറ്റു പ്രതികളാണെങ്കിലും ആരാണെങ്കിലും ആ പ്രതികളെ കുറ്റവാളിയായി കണ്ട് ശിക്ഷ വിധിക്കാൻ കഴിയുന്ന ഒരു തെളിവ് അല്ലെങ്കിൽ രേഖ അതല്ലെങ്കിൽ സാക്ഷിമൊഴി അത് പൂർണ്ണമായും ലിങ്ക് ചെയ്യപ്പെട്ട് അതിനകത്തേക്ക് ഉണ്ടാവണമെന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ കണ്ടിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെട്ടു, കാണാത്ത ആളുകളെ സംബന്ധിച്ച് അവരെ വെറുതെ വിടുകയോ അല്ലെങ്കിൽ കുറ്റവാളികളല്ല കുറ്റക്കാരല്ല എന്ന് കാണിക്കുകയോ ചെയ്തിരിക്കുന്നു. അത്രയേ അതിനകത്ത് സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടതുള്ളൂ.